വിജയലക്ഷ്മി അവളുടെ കയ്യിലേക്ക് ആ കവർ വെച്ചു കൊടുത്തതും തന്നെ അവൾ അവരെ തല ഉയർത്തി നോക്കി. മോൾക്കുള്ളതാ അമ്മയുടെ വകയായിട്ട്. എന്തായാലും അമ്പലത്തിൽ പോകുമല്ലേ, ചെന്നതിന് രാവിലത്തെ പോലെ തന്നെ നന്നായി ഒരുങ്ങി വാ. ഇതൊന്നും വേണ്ടായിരുന്നു അമ്മേ, ഞാൻ വന്നപ്പോൾ അമ്മ വാങ്ങി തന്നത് വേറെയും അതുപോലെ ഇരിപ്പുണ്ട്. അതവിടെ ഇരിക്കട്ടെ, അത് കുറച്ച് ധാവണിയായിരുന്നില്ലേ, മോൾക്ക് അതാവും ഇഷ്ടമെന്ന് കരുതിയാണ് അമ്മ അത് വാങ്ങിയതാ. ഇനി എന്തായാലും അതിടേണ്ട, തൽക്കാലം മോള് ഇത് പോയി ഇട്ടിട്ട് വാ. രുദ്രമുകളിലേക്ക് പോകുമ്പോൾ വൈഷു ടി വി കണ്ടുകൊണ്ട് ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. വിജയലക്ഷ്മി വന്ന് ടി വി ഓഫാക്കി അവളുടെ തലയ്ക്ക് ഒരു കിഴുക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇവിടെ തന്നെ ഇരിക്കാതെ പോയി മോളി ഒന്ന് ഒരുങ്ങാൻ സഹായിച്ചു നിനക്ക്. ആ പോകുവാ. പോകുന്നതൊക്കെ കൊള്ളാം, അവൾക്കുള്ളൊപ്പം നീയും ഒരുങ്ങി വന്നോളണം കേട്ടോ. വിജയത്തിൻ്റെ സ്വഭാവം അറിയാലോ, ഒരുപാട് നേരം നീ ഒരുങ്ങാൻ നിന്നാൽ അവൻ എന്നെയും മോളെയും കൊണ്ട് അങ്ങ് പോകും, നിന്നെ നോക്കി നിന്നൊന്ന് വരില്ല. അതിനൊന്ന് പുച്ഛിച്ചുകൊണ്ട് വൈഷു അവിടെ നിന്നും പോയിരുന്നു. നീ റെഡിയായോ ഇത്ര പെട്ടെന്ന്? വിജയലക്ഷ്മി വിജിത്തിനെ നോക്കി പറഞ്ഞു. എനിക്കതിനെ ഒരുങ്ങാൻ അധിക സമയമൊന്നും വേണ്ടല്ലോ, എനിക്ക് പകരം സമയമെടുത്ത് ഒരുങ്ങുന്നത് അത്രയും എൻ്റെ പുന്നാര പെങ്ങളുണ്ടല്ലോ വൈഷു, അവളല്ലേ. രുദ്രമോൾ ഉള്ളത് കൊണ്ട് എന്തായാലും ഒരുപാട് സമയമൊന്നും എടുക്കില്ല അവൾ. എടുക്കാതിരുന്ന അവൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിനങ്ങ് പോകും. ഇപ്പം എന്നെ കാണാൻ എങ്ങനെയുണ്ട് ഏട്ടത്തി? വൈഷുട്ടിരിക്കുന്ന സ്കേർട്ട് പിടിച്ച് കറക്കിക്കൊണ്ട് രുദ്രയോടായി ചോദിച്ചു. എൻ്റെ വൈഷു എന്തിട്ടാലും സുന്ദരിയല്ലേ, വൈഷുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് രുദ്ര പറഞ്ഞു. എന്നാലും എൻ്റെ ഏട്ടത്തിയുടെ അത്രയും വരില്ല കേട്ടോ, ഇപ്പം രാവിലത്തേക്കാളും കുറച്ചുകൂടി സുന്ദരിയായിട്ടുണ്ട് ഈ ഡ്രസ്സിൽ. ആണോ? എന്നാൽ താഴേക്ക് പോകാം. പോകാം. അതും പറഞ്ഞ് രുദ്രയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയതും മുന്നിൽ ബദ്രിയെ പെട്ടെന്ന് അവിടെ കണ്ടതും രുദ്ര ഒന്ന് അമ്പരന്ന് അവനെ നോക്കി. എന്നാൽ ഇതേ സമയം ബദ്രി രുദ്രയെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. അവളിൽ നിന്നും കണ്ണെടുക്കാനാവാത്ത വിധം അവളെ തന്നെ നോക്കി നിന്നു അവൻ. കാരണം അത്രയും സുന്ദരിയായിരുന്നു അവൾ. രാവിലെ കണ്ടതിലും കൂടുതൽ ഭംഗി അപ്പോഴവളിലുള്ളതായി തോന്നി അവന്. ബദ്രി രുദ്രയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ രുദ്ര ബദ്രിയെയും മതിമറന്ന് നോക്കി നിന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന വൈഷു അവർക്കിടയിലേക്ക് നുഴഞ്ഞു കയറി നിന്നുകൊണ്ട് ബദ്രിയുടെ മുഖത്തേക്ക് നോക്കി കൈവീശിക്കൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു, ഏട്ടാ. ബദ്രി വേഗം രുദ്രയുടെ നോട്ടം മാറ്റി വൈഷുവിനെ നോക്കുമ്പോഴും രുദ്ര ബദ്രിയെ തന്നെ നോക്കി നിന്നു. ഏട്ടൻ വരുന്നുണ്ട് അമ്പലത്തിലേക്ക്? ഞാനെങ്ങും വരുന്നില്ല, നിങ്ങൾ പോകാൻ ഇറങ്ങിയതല്ലേ, പോയിട്ട് വാ. വൈഷു തിരിഞ്ഞ രുദ്രയെ നോക്കുമ്പോൾ അവളിപ്പോഴും ബദ്രിയെ തന്നെ നോക്കി നിൽക്കുവാണ്. വൈഷു രുദ്രയുടെ കാലിൽ ഒറ്റ ചവിട്ട് കൊടുത്തു. രുദ്ര ഒന്ന് നിലവിളിച്ചു പോയി. ഏട്ടത്തി വരുന്നില്ലേ താഴേക്ക്? വൈഷു കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. വരുവാ. എന്നാ വാ. വൈഷുവിനൊപ്പം ഇറങ്ങി വരുന്ന രുദ്രയെ കണ്ടതും വിജയലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു. മോൾക്ക് ഡ്രസ്സ് നന്നായി ചേരുന്നുണ്ട്. എന്തായാലും പ്രിയങ്ക മോളുടെയും വിജയത്തിൻ്റെയും സെലക്ഷൻ മോശമായില്ല. അല്ലെങ്കിലും ഞാൻ ഏതെങ്കിലും കാര്യം ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. അത്രയും പറഞ്ഞ് രുദ്രയെ നോക്കിയതും വിജിത്ത് അന്തിച്ച് രുദ്രയെ തന്നെ നോക്കി നിന്നു. ശരിക്കത് ഞങ്ങളുടെ ഏട്ടത്തി തന്നെയാണോ? എൻ്റെ അമ്മോ, എന്താ രസം കാണാൻ. വിജിത്ത് വാ പൊളിച്ച് അവൾക്ക് മുന്നിലേക്ക് നിന്നുകൊണ്ട് പറയുമ്പോൾ പിന്നിൽ നിന്ന് വന്ന ഭദ്രയാണ് അതിന് ഉത്തരം നൽകിയത്. നീ എന്താ ആദ്യമായിട്ട് കാണുവാണോ അവളെ? ഇത്രയും ഭംഗിയിൽ ആദ്യമായാണ് ഞാൻ ഏട്ടത്തിയെ കാണുന്നത്. അല്ല, നീ ഇതപ്പോൾ വന്നു? ഞാൻ കണ്ടില്ല. വിജയലക്ഷ്മി ഭദ്രയെ നോക്കി പറഞ്ഞു. ഞാൻ കുറച്ച് മുൻപായി വന്നതേ ഉള്ളൂ. എന്ന വിജിത്ത് രുദ്രയെ തന്നെ വീണ്ടും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഏട്ടത്തിക്ക് നമ്മളെടുത്ത ഡ്രസ്സ് ഇഷ്ടമായില്ലേ? അതുകൊണ്ടാണോ ഈ ഡ്രസ്സ് ഇട്ടത്? രുദ്ര ഇട്ടിരിക്കുന്ന ബ്ലാക്കും വൈറ്റും മിക്സ് ചെയ്ത് വരുന്ന ചുരിദാറിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇത് നിങ്ങൾ തന്ന ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇട്ടത്. ഇല്ല ഏട്ടത്തി, ഞങ്ങൾ ഏട്ടത്തിക്ക് എടുത്തത് ഒരു ബ്ലൂ ചുരിദാറായിരുന്നു, ഇതല്ല. പക്ഷെ അമ്മ തന്ന കവറിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. അതേ ഏട്ടത്തി പറഞ്ഞത് ശരിയാ, അമ്മ തന്ന കവറിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ചിലപ്പോൾ പാക്ക് ചെയ്തപ്പോൾ മാറിയതാവും. വിജയലക്ഷ്മി വിജിത്തിനെ നോക്കി പറഞ്ഞു. അതെന്തായാലും നന്നായി, ഏട്ടന് സെലക്ട് ചെയ്ത വല്ല പൊട്ട ഡ്രസ്സുമാവും, അതുകൊണ്ട് അതറിഞ്ഞ് ദൈവമായിട്ട് മാറ്റിപ്പിച്ചതാവും ഇത്. എന്തായാലും ചേച്ചിക്കിത് സൂപ്പറായിട്ടുണ്ട്. രുദ്രയെ നോക്കിക്കൊണ്ട് തന്നെ വൈഷു പറഞ്ഞു. ശരിയാ, മോൾക്കിത് നന്നായി ചേരുന്നുണ്ട്. എന്നാലും അമ്മേ, അത് മാറിപ്പോകാനൊരു ചാൻസുമില്ല. നമ്മളെ കാണിച്ചിട്ട് നമ്മുടെ മുന്നിൽ വെച്ചാണ് അവർ ഡ്രസ്സ് പാക്ക് ചെയ്തത്. ചിലപ്പോൾ പാക്ക് ചെയ്യാത്തതിന് ശേഷമാവും മാറിപ്പോയത്. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വരാനൊരു വഴിയുമില്ല. ഞാൻ കണ്ടതല്ലേ പാക്ക് ചെയ്യുന്നത്. വിജിത്ത് അത്രയും പറയുമ്പോഴും അവിടെ ഭദ്രയുടെ സൗണ്ട് ഉയർന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ നേരമായി ഒരു ഡ്രസ്സിൻ്റെ പേര് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും അവൾ ഇട്ടിരിക്കുന്നതും ഡ്രസ്സ് തന്നെയാണല്ലോ. അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാണെങ്കിൽ അമ്പലത്തിൽ പോകണം. ഇല്ല, ഈ ഡ്രസ്സ് എങ്ങനെ മാറിയെന്നറിഞ്ഞേ പോകും എന്നാണെങ്കിൽ ആരും ഇവിടെ നിന്നിനി അമ്പലത്തിൽ പോകില്ല, പറഞ്ഞേക്കാം.
വെറുതെ അവനെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കാനായിട്ട് പോയി വണ്ടി എടുക്കടാ, ഞങ്ങൾ വന്നോളാം. വിജയലക്ഷ്മി വിജിത്തിനെ നോക്കി പറയുമ്പോൾ വിജിത്ത് രുദ്രയെ ഒന്നുകൂടെ സംശയത്തോടെ നോക്കിയ ശേഷം പുറത്തേക്ക് പോയി. അവൻ്റെ പിന്നാലെ തന്നെ വിജയലക്ഷ്മി രുദ്രയെയും വൈശുവിനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പിന്നിൽ നിന്നും അവരെ തന്നെ നോക്കിക്കൊണ്ട് ബദ്രി അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അമ്പലത്തിൽ വന്നതും തന്നെ വിജയലക്ഷ്മിക്കൊപ്പം രുദ്രയും വൈഷുവും വിജിത്തും ശ്രീകോവിലിൻ്റെ മുൻപിൽ വന്നു നിന്ന് തൊഴുതു വണങ്ങി. നീ ഇവരെ രണ്ടാളെയും കൂട്ടി ചുറ്റമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം വെച്ചിട്ട് വാ. അമ്മ അപ്പോഴേക്കും രുദ്രമോളുടെയും ബദ്രിമോളുടെയും പേരിലുള്ള വഴിപാടുകൾ കഴിച്ചിട്ട് വരാം. വിജിത്തിനെ നോക്കി അത് പറയുമ്പോൾ അവൻ മൂളിക്കൊണ്ട് രുദ്രയെയും വൈഷുവിനെയും കൊണ്ട് മുന്നിലേക്ക് നടന്നു. വിജയലക്ഷ്മി വീണ്ടും ഭഗവാനെ തൊഴുത് വണങ്ങി നിന്നതും പൂജാരി അവർക്കടുത്തേക്ക് വന്നു. ബദ്രി വന്നില്ലേ കൂടെ? ഇല്ല തിരുമേനി, തിരുമേനിക്കറിയില്ലേ? അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണം, അതിനുശേഷം അവൻ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു. പിന്നെ അവൻ അമ്പലത്തിൽ വന്നത് തന്നെ അശോകേട്ടനും സുമിത്ര ചേച്ചിയും ദേവിക മോളൊക്കെ നിർബന്ധിച്ചിട്ടാ. പിന്നെ അവർ കൂടെ പോയതും തീരെ വിശ്വാസമില്ലാണ്ടായി. അന്ന് കല്യാണത്തിന് വന്നതുപോലും എൻ്റെ നിർബന്ധം കൊണ്ടാണ്. അത് കഴിഞ്ഞതും അപ്പോൾ തന്നെ പോവുകയും ചെയ്തു. ആഗ്രഹമുണ്ട് അവന് നമുക്കൊപ്പം അമ്പലത്തിൽ വന്ന് ഭഗവാനെ വണങ്ങി നിൽക്കണമെന്ന്. ചുറ്റും ആപത്താ. അവന് തുണയായി കാളിയാർ മഠത്തിൻ്റെ മൂർത്തി മാത്രമേ ഉള്ളൂ. പക്ഷേ അതവൻ തിരിച്ചറിയുന്നില്ല. ദൈവത്തിലെ വിശ്വാസം അതവനിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മി പിന്നിൽ ഇതെല്ലാം കേട്ടുനിന്ന് വർഷങ്ങളായി ആ അമ്പലത്തിൽ തന്നെ ജീവിക്കുന്ന ജടാധാരിയായ സിദ്ധൻ അവരെ നോക്കി പറഞ്ഞു. വിജയലക്ഷ്മി വേഗം അയാളെ നോക്കി തൊഴുകൈകളോടെ വണങ്ങുമ്പോൾ അയാൾ അവർക്ക് നേരെ ആശീർവാദം നൽകിക്കൊണ്ട് പറഞ്ഞു, അവനിലെ വിശ്വാസം പണ്ടേ നഷ്ടമായി എന്ന് കരുതി ഭഗവാൻ അവനൊപ്പം ഇല്ലെന്ന് കരുതരുത്. സാക്ഷാൻ ഭഗവാൻ ബദ്രിനാഥിൻ്റെ പേരുള്ളവനാണവൻ. അതുകൊണ്ട് തന്നെ ഭഗവാനും അവനൊപ്പമുണ്ട്. പക്ഷേ അതവൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ വൈകാതെ തന്നെ അവൻ മനസ്സിലാക്കും. അവൻ്റെ മനസ്സിൽ ആരോടും പറയാതെ കൊണ്ടു നടക്കുന്ന ആ രഹസ്യത്തിൻ്റെ സത്യം എന്നവന് മുൻപിൽ തുറക്കപ്പെടുമോ അന്നവൻ ഭഗവാന്റെ മുൻപിൽ വരും. ഒപ്പം മറഞ്ഞിരിക്കുന്ന അവൻ്റെ കാലനായി അവതരിക്കേണ്ടവനും പുറത്തു വരും, ബദ്രിയുടെ സർവനാശം വരിക്കാൻ. സ്വാമി, എൻ്റെ മോൻ. ഭയപ്പെടാൻ ഒന്നുമില്ല. പക്ഷേ എന്താ സ്വാമി, എന്തേലും അനർത്ഥം? സംഭവിക്കാനുള്ളത് സംഭവിച്ചേ തീരൂ. അതിനുള്ള സമയം വിദൂരമല്ല. നഷ്ടങ്ങൾ ഇനിയും സംഭവിക്കും അവന്. അവൻ താലി കെട്ടിയവളെ തന്നെ ആദ്യം നഷ്ടമാവും. സ്വാമി, അതൊരലർച്ച പോലെ ആ ശ്രീകോവിലിൽ മുഴങ്ങി. മരണമല്ല, വേർപാട് അവനിൽ നിന്നും അവൾ അകന്നു പോകും. ഇത് ദൈവവിധിയാണ്. അതും അവന് മുൻപിൽ മറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ തെളിയാൻ വേണ്ടി മാത്രം. അവളെ മുന്നിൽ നിർത്തി അവൻ വരും, നിന്റെ മകൻ ബദ്രിയുടെ കാലനായി. സർവനാശം, അതാണ് അവൻ്റെ ലക്ഷ്യം. മനസ്സ് പതറാൻ പാടില്ല. മനസ്സൊന്ന് പതറിയാൽ അതവൻ്റെ മരണം മാത്രമല്ല, പലരുടെയും മൃത്യുവിന് കാരണമാകും. മനസ്സ് പതറാതെ ഇതുപോലെ മുന്നോട്ട് പോകട്ടെ അവൻ. ഭഗവാൻ അവനൊപ്പം തന്നെ ഉണ്ടാവും. പിന്നെ അവൻ്റെ താലിക്ക് അവകാശിയായ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് പുറത്തോട്ടൊന്നും വിടാതിരിക്കുക. വീട്ടിലായാൽ പോലും എപ്പോഴും ആ കുട്ടിക്കൊപ്പം ആള് വേണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലെ പ്രാർത്ഥനയും വിശ്വാസവും വേണം. ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കരങ്ങളിൽ. അത്രയും പറഞ്ഞ സിദ്ധൻ അവിടെ നിന്ന് പോകുമ്പോൾ വിജയലക്ഷ്മി അവിടെ തന്നെ തറഞ്ഞു നിന്നു. പൂജാരി കയ്യിലേക്ക് പ്രസാദം നൽകിയതും അതെല്ലാം അവരുടെ കയ്യിൽ നിന്നും താഴേക്ക് പതിച്ചു. അവർ ഞെട്ടിക്കൊണ്ട് പൂജാരിയെ നോക്കി. അനർത്ഥം സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണല്ലോ കാണിക്കുന്നത്. തിരുമേനി, എനിക്ക് ഭയം തോന്നുന്നു. എൻ്റെ കുട്ടികൾക്ക് അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ. അപ്പോഴേക്കും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ഭയപ്പെടാതിരിക്കൂ. ഭയമില്ലാത്ത അപകടത്തെ പോലും വിളിച്ചു വരുത്തിയേക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ പ്രാർത്ഥനയും വിശ്വാസവും മുറുകെ പിടിക്കുക. ബാക്കിയെല്ലാം ഭഗവാൻ തന്നെ നോക്കിക്കോളും. വിജയലക്ഷ്മി അമ്പലത്തിൻ്റെ പുറത്തേക്ക് വരുമ്പോഴും അവളുടെ മനസ്സ് പിടഞ്ഞുകൊണ്ട് തന്നെ ഇരുന്നു ആ സിദ്ധൻ പറഞ്ഞ കാര്യങ്ങളിൽ. അമ്മ ഇതെന്ത് ആലോചിച്ച് നിൽക്കുക, പോകണ്ടേ നമുക്ക്? വിജിത്ത് അത് പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് മെല്ലെ നടന്നു നീങ്ങുന്ന അവരുടെ കയ്യിൽ അവൻ പിടിമുറുക്കി. അമ്മയ്ക്ക് എന്തു പറ്റി? ഞാൻ പറയുന്നതൊന്നും തന്നെ കേൾക്കുന്നുണ്ടല്ലോ. അവർ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അമ്മ ഇതെന്താ ആലോചിക്കുന്നേ? പോകേണ്ട വീട്ടിലേക്ക്. അവിടെ പ്രണവേട്ടനും പ്രിയങ്കയൊക്കെ വന്നിട്ടുണ്ട്. പോകാം. അല്ല, അവരെവിടെ? രുദ്രമോളും വൈഷവും. അവർ ആദിയോട് അവനെ നോക്കി ചോദിച്ചു. അവർ രണ്ടാളും കാറിലിരിപ്പുണ്ട്. അമ്മ വന്നേ, പോകാം. അവരൊന്ന് മൂളിക്കൊണ്ട് അവനൊപ്പം നടന്നു. അപ്പോഴും അവർ ഭദ്രയ്ക്കും രുദ്രയ്ക്കും വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. നീ എന്താ ക്രിസ്റ്റി, ഇപ്പം നമ്മൾ ആരെങ്കിലും വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്തത്? അത്രയ്ക്കും അന്യരായോ നിനക്ക് ഞങ്ങൾ? ഗ്ലോറി ക്രിസ്റ്റിക്ക് നേരെ വന്നു നിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടാതെ മുന്നിലിരുന്ന
വോഡ്ക ചുണ്ടോടെ ചേർത്ത് കുടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. എന്നാൽ ഗ്ലോറി ദേഷ്യത്തിൽ വന്നത് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ നീ എന്താ ഞങ്ങൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതെന്ന്? സൗകര്യമില്ലാത്തതുകൊണ്ട് ക്രിസ്റ്റി ഒരു കൂസലുമില്ലാതെ അവളെ നോക്കി പറഞ്ഞു. നീ എന്താ ക്രിസ്റ്റി ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് ഞങ്ങളുടെ ക്രിസ്റ്റിയെ അല്ല. മുൻപ് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. നീരവ് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനു മുൻപ് ഞാൻ എങ്ങനെ ആയിരുന്നെന്ന് നിനക്കൊക്കെ എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞ അറിവല്ലേ നിനക്കൊക്കെ എന്നെ പറ്റിയുള്ളൂ, അല്ലാതെ എന്നെപ്പറ്റി ഒരു അറിവും നിനക്കൊന്നും ഇല്ലല്ലോ. ക്രിസ്റ്റി, നീ വെളിവില്ലാതെ എന്തൊക്കെയാ സംസാരിക്കുന്ന വല്ല ബോധമുണ്ടോ? വെങ്കിയും വിട്ടുകൊടുക്കാതെ ചോദിച്ചു. ഞാൻ നല്ല വെളിവോടെ തന്നെയാണ് സംസാരിച്ചത്. രണ്ടെണ്ണമകത്തായ വെളിവ് പോകാൻ മാത്രം ഞാൻ ഈ നിൽക്കുന്ന നീയോ ഇവനോ അല്ല, ഇത് ക്രിസ്റ്റിയാണ്, ക്രിസ്റ്റി. മുന്നിൽ നിൽക്കുന്ന നീരവിനെയും വെങ്കിയെയും നോക്കി അവൻ പറഞ്ഞു. ക്രിസ്റ്റി, നിന്റെ സംസാരം അതിര് കിടക്കുന്നു. നീരവ് അവനെ നോക്കി പറഞ്ഞു. എൻ്റെ സംസാരം അതിര് കിടന്നിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെ നിനക്കൊക്കെ? എന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തേ? ഞാൻ പറഞ്ഞു എന്നെ അന്വേഷിച്ച് വരാൻ. നീരവ് ഗ്ലോറിയെ നോക്കി. തൃപ്തിയായല്ലോ നിനക്ക്? ഇവനെ വിളിച്ചു കിട്ടണില്ല, വല്ലോം പറ്റിക്കാണുമോ എന്ന് പറഞ്ഞ് ഈ രാത്രി നമ്മളെയും കൊണ്ട് വന്നിട്ട് എന്തായി? അവൻ പറഞ്ഞത് കേട്ടില്ലേ? ഇനി എന്ത് കേൾക്കാൻ നിൽക്കുക? വാ പോകാം. അത്രയും പറഞ്ഞ് നീരവ് ദേഷ്യത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ്റെ പിന്നാലെ വെങ്കിയും ചെന്നു. ഗ്ലോറി അവനെ ഒന്ന് നോക്കി. നീ ഇത്രയ്ക്ക് തരംതാണ് പ്രവർത്തിക്കുമെന്ന് കരുതിയില്ല ഞങ്ങൾ. ഛേ, അധികം നീ വലിയ മറ്റവളാവല്ലേ. എന്നെ കിട്ടാൻ വേണ്ടി നീ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ അറിഞ്ഞു. അതവൻ ഗ്ലോറിയെ നോക്കി പറയുമ്പോൾ അവളെ പോലെ തന്നെ നിരഞ്ജനയും ഒന്ന് ഞെട്ടി. നീ എന്താ കരുതിയേ? ഞാനൊന്നും അറിയില്ലെന്നോ? പക്ഷെ നീയൊക്കെ എന്ത് ചെയ്താലും ഈ ക്രിസ്റ്റി അറിയും. ഇതല്പം വൈകിപ്പോയെന്ന് മാത്രം. നിന്നോട് ഞാൻ നിൻ്റെ ഇഷ്ടം അറിയിച്ചപ്പോൾ തന്നെ പറഞ്ഞതാ എനിക്ക് നിന്നോടൊരു ഇഷ്ടവും ഇല്ലെന്ന്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പേര് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് നീ വന്നേ? നീ ഒറ്റൊരുതി കാരണം ആ കമ്പനിയിൽ നിന്നും അവൾ പോകാൻ കാരണം. അതുകൊണ്ടല്ലേ ഇപ്പോൾ അവൾ മറ്റവൻ്റെ ഭാര്യ ആയത്. എന്നിട്ട് എൻ്റെ മുൻപിൽ വന്ന് നീ അഭിനയിക്കുക. ഗ്ലോറി അവനെ ദേഷ്യത്തിൽ നോക്കി. അതെ, നിന്നെ കിട്ടാൻ വേണ്ടിയ കിട്ടിയ അവസരത്തിലെല്ലാം അവളെ ദ്രോഹിച്ചേ, അല്ലാതെ അവളെ എനിക്ക് ദ്രോഹിക്കണമെന്നൊരു ചിന്തയും ഉണ്ടായില്ല. ഇപ്പോൾ പോലും അവൾ മറ്റൊരുത്തൻ്റെ ഭാര്യയായി, അതും ഞാൻ കാരണമല്ലെങ്കിൽ പോലും. ഇപ്പോൾ അവളെ ഉപദ്രവിക്കണമെന്നൊരു ചിന്ത പോലും എനിക്കില്ല. മറിച്ച് നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കി കൂടെ കൂട്ടണമെന്നേ ഉള്ളൂ. അതിനുവേണ്ടി പട്ടിയെ പോലെ പിന്നാലെ വരുമ്പോൾ ഓട്ടി ഓടിക്കവല്ല വേണ്ടത്. അതിനവൻ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ഇപ്പോൾ പോലും നീ എന്നെ പറഞ്ഞതോർത്ത് വിഷമമില്ല, കാരണം ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നു ക്രിസ്റ്റി. ഒന്ന് നിർത്തുന്നുണ്ടോ നിന്റെ ഈ പ്രേമനാടകം? അവൾ അവൻ്റെ ഭാര്യ ആയെങ്കിലും എനിക്കിപ്പോഴും വേണ്ടത് അവളെയാ. വൈകാതെ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റി കാൽ കീഴിൽ കൊണ്ടിടും. അതിനുള്ള എല്ലാ കരുക്കളും നീക്കിയിട്ടായി ക്രിസ്റ്റി ഇവിടെ ഇരിക്കുന്നത്. അത് നടക്കില്ല ക്രിസ്റ്റി. ഈ ജന്മം നിന്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാനായിരിക്കും. ഇല്ലെങ്കിൽ നിന്നെ കൊന്നിട്ടായാലും ഞാൻ നിന്നെ നേടും, മറ്റൊരാൾക്ക് സ്വന്തമാക്കാൻ വിടാതെ. എങ്കിൽ നിന്നെ കൊന്നിട്ടായാലും ഞാൻ അവളെ നേടും. നീ നോവിച്ചത് ഈ ഗ്ലോറിയയാ. ഞാൻ ആരെന്ന് നിനക്ക് വൈകാതെ മനസ്സിലാക്കി തരുന്നുണ്ട്. അത്രയും പറഞ്ഞ് അവൾ പുറത്തേക്ക് വരുമ്പോൾ നിരഞ്ജന അവനെ നോക്കി നിന്നു. ക്രിസ്റ്റി, നിന്നിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. ഇറങ്ങിപ്പോടി പന്ന മോളെ, അവളുടെ കോപ്പിലെ ഉപദേശം. അത്രയും പറഞ്ഞ് നിരഞ്ജനയെ പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഡോർ ശക്തിയിൽ അടച്ചു. തൃപ്തിയായില്ല നിനക്ക്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അവൻ ചതിയനാന്ന്. അപ്പം നീ എന്താ പറഞ്ഞ്? അവൻ പാവമാ, നമുക്കൊപ്പം കൂട്ടാമെന്ന്. നീരവ് കാറിൻ്റെ ബോണറ്റിൽ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കാരണം എത്രയിടത്ത് നാണം കെട്ടു. മയക്കുമരുന്ന്, കഞ്ചാവ് ഉപയോഗിക്കുന്നവർ എന്നുള്ള പേര് പോലും ചാർത്തി കിട്ടിയില്ലേ? അന്ന് ആ മയക്കുമരുന്നുകളും കഞ്ചാവുകളും എങ്ങനെ അവൻ്റെ ബാഗിൽ വന്നെന്ന് ചോദിച്ചപ്പോൾ അവനെന്താ പറഞ്ഞേ? കെട്ടുപ്രായം കഴിഞ്ഞ് പെങ്ങളെ കെട്ടിക്കാൻ നിവൃത്തിയില്ലാതെ ചെയ്തു പോയതെന്ന്. അന്ന് നിനക്ക് അവനോടുള്ള ഇഷ്ടം മൂത്ത് നമ്മളെല്ലാവരും കൂടെ ഏറ്റെടുത്തില്ലേ, ചെയ്യാത്ത തെറ്റായാൽ പോലും. എന്നിട്ടെന്തായി? അവൻ അതുകൊണ്ട് നിർത്തിയോ? ഇല്ലല്ലോ. ഗ്ലോറി, ഞാൻ ഇപ്പോഴേ പറയുക, നമ്മളറിയാത്ത എന്തൊക്കെയോ ചുറ്റിക്കളികൾ അവനുണ്ട്. അവനെ സൂക്ഷിച്ചില്ലെങ്കിൽ ആപത്ത് നമുക്ക് തന്നെയാ. അവൻ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവനെ വേണം. അതിനെന്തും ഞാൻ ചെയ്യും. അവനെ നേടിയ ശേഷം പിന്നെ ഈ നാട്ടിൽ നിൽക്കാതെ എങ്ങോട്ടെങ്കിലും പോയാൽ പോരെ? അതിനവൻ വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്തിനു വെറുതെ നടക്കാത്ത കാര്യത്തെപ്പറ്റി നീ ഇങ്ങനെ ആലോചിക്കുന്നത്? നടക്കും, ഇല്ലെങ്കിൽ നടത്തും ഈ ഗ്ലോറി. അവനെ ഞാൻ നേടും, ഒപ്പം ഈ നാടും വിടും. നിങ്ങൾ നോക്കിക്കോ ഗ്ലോറി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്.